ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത, അത് വരാനിരിക്കുന്ന ഒരു വാർത്തയാണ്. അത് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇന്ന് പുറത്തുവിടുമെന്നുള്ളതായിരുന്നു. നമുക്കറിയാം, സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിച്ച ഹേമ കമ്മീഷൻ റിപ്പോർട്ടാണ് പുറത്തു വരാനിരിക്കുന്നത്. സ്വകാര്യ വിവരങ്ങൾ ഒഴികെയുള്ള ഭാഗങ്ങൾ പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷൻ നേരത്തെ തന്നെ ഉത്തരവിട്ടിരുന്നു. ഇത് സംബന്ധിച്ച് അപ്പീൽ നൽകിയ 5 പേർക്കാണ് ഇന്ന് റിപ്പോർട്ടിന്റെ പകർപ്പ് കൈമാറുക. പേജ് 49, 81 മുതൽ 100 വരെയുള്ള പേജുകൾ പുറത്തുവിടും. അതിൽ പാരഗ്രാഫ് 165 മുതൽ 196 വരെയുള്ള ഭാഗം, ഖണ്ഡിക 96 എന്നിവ ഒഴിവാക്കിയായിരിക്കും റിപ്പോർട്ട് പുറത്തുവിടുക എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ലഭിക്കുന്നത്. അനുബന്ധ വിവരങ്ങളൊന്നും പുറത്ത് നൽകില്ല എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. ശരി, എന്തായാലും ജസ്റ്റിസ് ഹേമ കമ്മീഷനുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, വലിയ തരത്തിലുള്ള ചർച്ചകൾ നടന്ന ഒരു സമയമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ നടി ആക്രമിച്ച സംഭവവുമായൊക്കെ ബന്ധപ്പെട്ട് അതിനുശേഷം വിമൻ ഇൻ സിനിമ കളക്റ്റീവ് രൂപീകരിക്കുകയും അവരാണ് ഇത്തരത്തിലൊരു കമ്മീഷൻ വേണമെന്ന ആവശ്യം ഉന്നയിച്ച് മുഖ്യമന്ത്രിയെ സമീപിക്കുകയും പിന്നീട് ഈ ഹേമ കമ്മീഷനെ നിയോഗിക്കുകയുമൊക്കെയായിരുന്നു. പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ എല്ലാ കാര്യങ്ങൾ നീങ്ങിയത് എന്നുള്ളത് കൂടി നമ്മൾ കണ്ടതാണ്. എന്തായാലും ഈ കമ്മീഷൻ നിയോഗിച്ചത്, അതിൻ്റെ നാൾ വഴികൾ കൂടി നമുക്കൊന്ന് വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. ജസ്റ്റിസ് ഹേമ കമ്മീഷനെ നിയോഗിച്ചത് 2018 മെയ്യിലാണ്. ഈ നടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ, ഒപ്പം തന്നെ ഈ സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ പഠിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷനെ നിയോഗിക്കുന്നത്. അത് 2018 നിയോഗിച്ചിരിക്കുന്നത്. പിന്നീട് എന്താണ് ഈ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ പഠിച്ചത് എന്നുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾ, അതിൽ ശമ്പളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാത്രമല്ല, അവരെ ഏതൊക്കെ തരത്തിൽ ചൂഷണം ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങൾ, ഇതെല്ലാം കൂടി പഠിച്ച് ഒരു റിപ്പോർട്ട് നൽകാനാണ് സർക്കാർ ജസ്റ്റിസ് ഹേമ കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2017 നിയോഗിക്കുകയും ചെയ്തു. പിന്നീട് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് 2019 റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. 2019 ഡിസംബർ 31 ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു എന്നുള്ളതാണ്. ഒരു വർഷത്തിനകം തന്നെ റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിൽ പോലും ആ റിപ്പോർട്ടിൽ അതിൽ എന്തൊക്കെ വിവരങ്ങൾ, എന്തൊക്കെ ശുപാർശകൾ എന്നുള്ള കാര്യം പുറത്ത് വിട്ടിരുന്നില്ല. അതിന് പറഞ്ഞിരുന്ന കാരണങ്ങൾ പലതാണ്. അതെന്താണ് എന്നുകൂടെ നോക്കേണ്ടതുണ്ട്. അതിനു മുൻപ് പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. അതായത് 1 കോടിയിലധികം രൂപ ചെലവിട്ടുകൊണ്ട്, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ചെലവ് ഉള്ള ഒരു കമ്മീഷൻ കൂടിയായിരുന്നു. 1 കോടിയിലധികം രൂപ ചെലവിട്ടുകൊണ്ട് നടത്തിയ കമ്മീഷനാണ്. റിപ്പോർട്ട് പുറത്തുവിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആ കാര്യം കൂടെ വളരെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് എന്നുകൂടിയാണ്. നമുക്ക് ആ ഡിവിയിലേക്ക് പോകുമ്പോൾ ആ കാസ്റ്റിംഗ് കൗച്ച് അടക്കമുള്ള വിവരങ്ങളാണ്. കാരണം സിനിമയിൽ അവസരത്തിന് ലൈംഗികമായ ആവശ്യങ്ങൾക്ക് വഴങ്ങേണ്ടി വരുന്നു തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ, പരാതികളൊക്കെ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. എന്തായാലും 3 വർഷമാണ് ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചിരിക്കുന്നത്. ആ 3 വർഷത്തിന് ശേഷം വിവരാവകാശ കമ്മീഷന്റെ ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ചില സ്വകാര്യ വിവരങ്ങൾ ഒഴികെ, അത് മറ്റു പല ആളുകളുടെയും ജീവിതത്തെ ബാധിക്കുമെന്നുണ്ട്, അതൊഴികെ നിർത്തിക്കൊണ്ട് വിവരങ്ങൾ പുറത്തുവിടാമെന്ന് പറഞ്ഞിരിക്കുന്നത്. 3 വർഷം പൂഴ്ത്തിവെച്ച റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി, പുറത്തു വരാൻ പോകുന്നത് എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ഈ റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുമ്പോൾ, സ്ത്രീകൾ ലൈംഗിക പീഡനം, ഈ തൊഴിൽ സ്ഥലത്ത് വലിയ രീതിയിലുള്ള ലൈംഗിക പീഡനം നേരിടുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സിനിമ പോലെ ഒരു പുരുഷ കേന്ദ്രീകൃതമായ ഒരു സമൂഹത്തിൽ അത്തരം പീഡനങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളത് അതൊരു വലിയ പരാതിയായി ഉയരുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. അപ്പം തൊഴിൽ വിവേചനം, മാന്യമായ ശമ്പളം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു ആൺ താരത്തിന് ലഭിക്കുന്ന ശമ്പളം അതേ വാല്യൂ ഉള്ള ഒരു സിനിമാ നടിക്ക് ലഭിക്കുന്നില്ല. മാത്രമല്ല, സഹ നടിമാർക്കുൾപ്പെടെയുള്ളവർക്ക്, പ്രത്യേകിച്ച് അവരുടെ ജെൻഡറിന്റെ അടിസ്ഥാനത്തിൽ ശമ്പളം നൽകുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. മറ്റൊന്ന് ലിംഗവിവേചനം, അവിടെ ഒരു ആൺ പെൺ ലിംഗവിവേചനം ശക്തമായി നിലനിൽക്കുന്ന ഒരു മേഖലയാണ് എന്നുള്ള കാര്യം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു പഠനം കൂടി ഈ ഹേമ കമ്മീഷൻ നടത്തിയിരുന്നു എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ തന്നെ സിനിമയിലെ ഈ കാസ്റ്റിംഗ് കൗച്ച് അടക്കമുള്ള കാര്യങ്ങൾ, സിനിമയിൽ അവസരത്തിന് വേണ്ടി ലൈംഗിക ആവശ്യങ്ങൾക്ക് വഴങ്ങേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളാണ്. അത് സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏറെ കാലമായി നിലനിൽക്കുന്ന ഒരു പ്രശ്നം തന്നെയായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങൾ കൂടി പഠിച്ച് കൊണ്ടാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് വളരെ ബേസിക് ആയ ചില കാര്യങ്ങൾ പോലും ഇവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ചിത്രീകരണ സ്ഥലത്ത് ശുചിമുറിയില്ല, വസ്ത്രം മാറാൻ സൗകര്യമില്ല തുടങ്ങിയ കാര്യങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ ഹേമ കമ്മീഷൻ വിശദമായി തന്നെ പഠിച്ചിരുന്നു. ഒപ്പം തന്നെ സ്ത്രീകൾ നേരിടേണ്ടി വരുന്നത്
വലിയ അതിക്രമങ്ങളൊപ്പം അശ്ലീല പദപ്രയോഗങ്ങൾ തുടങ്ങിയവയൊക്കെയായിരുന്നു. എന്തായാലും ഈ റിപ്പോർട്ട് 3 വർഷത്തിന് ശേഷം പുറത്തു വരുമ്പോൾ അതിൽ എന്തൊക്കെയാവും ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത്. അതിൽ സ്വകാര്യ വിവരങ്ങൾ എന്തായാലും പുറത്തുവിടില്ല. പല വ്യക്തികളുടെയും ജീവിതത്തെ ബാധിക്കുന്നതുകൊണ്ട് അതൊഴിച്ചുള്ള മറ്റ് വിവരങ്ങൾ കൂടി എന്തായാലും പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം.